ഹലോ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ല കൂറ ലുക്കിലാണ്, അത് കാരണം ഫേസ് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു പഴയ സാരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തട്ടായിട്ടുള്ള ഒരു വെസ്റ്റേൺ വെയർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ സമയമില്ല, അൽബൂസിന് ഫുഡൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാരണം ചടപടയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഇനി നമുക്ക് ഇതിൻ്റെ ആ മുന്താണിയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് മുകളിലേക്കുള്ള യോക്ക് പാർട്ട് അതായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മുന്താണി ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ മുന്താണിയുടെ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുവാണ്. ആ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് കൂടുതലുണ്ട്. അപ്പോൾ അത് യോക്കിൽ വന്ന നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ യോക്ക് പാർട്ടിൽ വെക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ 4 ഫോൾഡ് ചെയ്യണം. 4 മടക്കി മടക്കി കഴിയുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്തിൽ ആ ഒരു കൂടുതലുള്ള ഭാഗത്തെ ക്ലോത്ത് തന്നെ ലൈനിങ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇതൊരു പഴയ സാരി ആയതുകൊണ്ട് നമുക്ക് കാശ് കൊടുത്ത് ലൈനിങ് വാങ്ങിക്കണം എന്നെനിക്ക് താല്പര്യമില്ല. കാരണം ചിലപ്പോൾ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, പിന്നിപ്പോവാം. അപ്പോൾ അത് കാരണം ലൈനിങ് വാങ്ങിച്ച് വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ 4 ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു ക്ലോത്ത് തന്നെ ഇതിൻ്റെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഈ കാണിക്കുന്ന ഈ അളവെടുക്കുന്ന അത്രയും ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ആ ലൈൻ വരച്ചതിൻ്റെ മേളിലേക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് തന്നെ മടക്കി ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ക്ലോത്ത് ഒന്നും വേസ്റ്റായി പോവില്ല. അതിൻ്റെ അടിയിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങിനുള്ളത് അതിൽ തന്നെ കിട്ടി. നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നെക്ക് അടയാളപ്പെടുത്താണ്. നെക്ക് ഞാനൊരു 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. കുറച്ച് വൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് 4 ഇഞ്ച്. താഴത്തേക്ക് ലെങ്ത്ത് വരുന്നത് ഒരു 3.5 കാരണം നമ്മൾ സെൻറ്ററായിട്ട് ഒരു ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പോൾ കഴുത്ത് ഒന്നുകൂടി താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ അത് കാരണം ഇപ്പം 3.5 എടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുക. വിഡ്ത്ത് വരുന്നത് 4ഉം ലെങ്ത്ത് വരുന്നത് 3.5 അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ ഒരു 2.5 അടയാളപ്പെടുത്തുന്നത്. താഴത്തേക്ക് ഒരു 6.5 അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് സ്ട്രെയിറ്റ് ഒന്ന് വരയ്ക്കാം. പിന്നെ നമ്മുടെ വണ്ണം വന്നിട്ട് 11. അതെനിക്ക് കറക്റ്റാണ്. ഒരു മീഡിയം ലാർജുകാർക്കൊക്കെ ഇതൊരു കറക്റ്റ് അളവാണ്. അപ്പോൾ ഇത് നോക്കി ഫോളോ ചെയ്താൽ മതി. പിന്നെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് ഒരു 15. പക്ഷെ നമ്മൾ അറ്റത്തേക്ക് വരുംതോറും കുറച്ചൊരു 1.5 ഇഞ്ച് കയറ്റിയിട്ട് വേണം ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഇത് അതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആം ഹോളും അതുപോലെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടും സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്യാറ്. ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടാറുണ്ട്. പിന്നെ നമ്മളിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് മെഷർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഷോൾഡർ 2.5 എടുത്തത്. എനിക്ക് 2 മതി. കാരണം നമ്മളൊരു വെസ്റ്റേൺ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല വൈഡ് നെക്കും അതുപോലെ ചെറിയൊരു ഷോൾഡറും മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് കിട്ടും. ഇത് കണ്ടോ, ഇപ്പോൾ 2 പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ലൈനിങ്ങിന് യൂസ് ചെയ്യാം, ഒരെണ്ണം നമുക്ക് നല്ല ക്ലോത്തും ഒരെണ്ണം ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ 2 ക്ലോത്ത് ഉണ്ട്, ബാക്കിലും അതുപോലെ 2 ഉണ്ട്. അപ്പോൾ നിഴലടിക്കുക അല്ലെങ്കിൽ വേറെ ഒരു ലൈനിങ് പീസ് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇതിൽ തന്നെ ലൈനിങ്ങും കിട്ടി, നല്ല ക്ലോത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പലവരും പല രീതിയിലാണ് കട്ട് ചെയ്യുന്നത്, അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് സമയമില്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ ഉഡായിപ്പ് രീതിയിലൊക്കെയാണ് മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാറ്. സോ കറക്റ്റ് ആവാറുണ്ട്, എനിക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല. നമ്മളിനി സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ബാലൻസ് ഉള്ള ക്ലോത്ത് ഇതുപോലെ 4 മടക്കുക. നമുക്ക് ഒരു 6 ഇഞ്ച് മതി. പക്ഷെ നമ്മൾ അതിൻ്റെ ഡബിളായിട്ട് എടുക്കുന്നുണ്ട് വിഡ്ത്ത്. കാരണം നമ്മൾ ഞൊറിയിട്ട് പ്ലീറ്റ് ഇട്ടാണ് ഇങ്ങനെ പഫുള്ള സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ലെങ്ത്ത് ഒരു 13 ഇഞ്ചാണ് എടുക്കുന്നത്. അതിന് ശേഷം വിഡ്ത്ത് വന്നിട്ട് അതിൻ്റെ ഡബിൾ ഒരു 12 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. 6ൻ്റെ ഡബിളായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്ലീവ് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തിയിരിക്കുന്നതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു പഫുള്ള സ്ലീവാണ് ഉദ്ദേശിക്കുന്നത്. അത് കാരണം വലിയ ഷേപ്പൊന്നും ചെയ്ത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പഫ് വരുമ്പോൾ റെഡിയായി കിട്ടിക്കോളും. പിന്നെ നമ്മൾ ക്യാമറ വെച്ചതും കുറച്ചൊന്ന് നീങ്ങിപ്പോയി. അത് കാരണം ഇതിലിപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ താഴത്തേക്ക് തട്ടായിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റാണ് എടുക്കുന്നത്. പാർട്ടിൻ്റെ താഴത്തേക്കുള്ള ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ യോക്ക് പാർട്ട് എങ്കിൽ ഇതിപ്പോൾ 2ആയിട്ടാണ് ക്ലോത്ത് മടക്കിയത് എന്ന് സങ്കല്പിക്കുക. ക്ലോത്ത് 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് 5 എന്ന് സങ്കല്പിക്കുക. 5 എങ്കിൽ നമ്മൾ ക്ലോത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇവിടുത്തെ താഴത്തേക്കുള്ള ക്ലോത്ത് 10 എടുക്കണം.
10 എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ കറക്റ്റ് 5 തന്നെ കിട്ടും. മനസ്സിലായോ? നമുക്കൊരു ഏകദേശം ഒരു ലെങ്ത് ഇത്രയാണ് വേണ്ടത് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റത്തെ ലെയർ. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അളവില്ലേ, ഈ ഒരു അളവ് 10 ആണല്ലോ. സോ ഇതിൻ്റെ ഡബിൾ വേണം അടുത്ത ലെയർ എടുക്കാൻ. അങ്ങനെ വരുമ്പോൾ 20. സോ ഈ സെയിം ലെങ്ത് തന്നെ എടുക്കുക. ഇനി അടുത്ത ലെയർ വരുമ്പോൾ ഇതിൻ്റെ ഡബിൾ വരും. ഇതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 20ൻ്റെ ഡബിൾ 30 വരും. സെയിം ഈ ഒരു ലെങ്ത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ 3 ലെയർ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. ഇത് ടോട്ടൽ ഇതിൻ്റെ ഡബിൾ ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നന്നായിട്ട് നല്ല ഫ്ലയറിക്ക് എടുക്കുന്ന ലെയർ ആയിട്ടുള്ള ടോപ്പിന് കട്ട് ചെയ്യുക കേട്ടോ. ഇത് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഒരു ഫ്ലയറി കിടക്കും. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ യോക്ക് പാർട്ട് 2ആയിട്ട് മടക്കി ഇടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4ആക്കി മടക്കുക. ഫ്രണ്ട് ബാക്കും കൂടി കൂട്ടിയിട്ട് 2ആക്കി മടക്കുക. മടക്കിയതിന് ശേഷം ഒരു സൈഡിലെ അളവ് മെഷർ ചെയ്യുക. ഇപ്പോൾ 11 ആണ് എങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെയർ എടുക്കുമ്പോൾ 22 എടുക്കണം. 2ആക്കി മടക്കിയതിന് ശേഷം കേട്ടോ ഈ 21 അളക്കണ്ടേ. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ വരുമ്പോൾ തുണി 2ആക്കി മടക്കുക. 2ആക്കി മടക്കിയതിന് ശേഷം ഈ 22ൻ്റെ ഡബിൾ എടുക്കുക. അതുപോലെ തന്നെ തേർഡ് ലെയർ വരുമ്പോൾ ഈ സെക്കൻഡ് ലെയറിന് സ്ട്രെയിറ്റ് ചെയ്ത് 2ആക്കി മടക്കുക. അതിൻ്റെ ഡബിൾ വേണം ലാസ്റ്റത്തെ ലെയർ എടുക്കുക കേട്ടോ. ഈ ഡബിൾ എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ ഏതൊരു സംഭവം പ്ലീറ്റ് ഇട്ടാലും അതിൻ്റെ ഡബിൾ എടുത്താലാണ് കറക്റ്റിന് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കട്ടിങ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. സ്റ്റിച്ചിങ് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം.